നമസ്കാരം, ഞാൻ ഉമാശങ്കർ എഴുമാടി. US മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ നാഗലശ്ശേരി പഞ്ചായത്തിലെ കട്ടിൽമാടത്താണ്. ഇവിടെ ഒരു ബീഹാരി കുടുംബത്തോടൊപ്പമാണ്. ഇവിടുത്തെ 2 കുട്ടികൾക്ക് 2 വർഷത്തിനിടയിൽ SLCയിൽ ഫുൾ A+ കിട്ടിയിരിക്കുകയാണ്. ആ കുടുംബത്തോട് നമുക്ക് സംസാരിക്കാം. മോളു നമസ്കാരം. നമസ്തേ. എന്താ പേരെന്തായിരുന്നു? മോണിക്ക കുമാരി അല്ലേ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? വട്ടേനാടാണ് അല്ലേ? GVHSS വട്ടേനാട് അല്ലേ? ഓക്കെ. 10ാം ക്ലാസ്സിൽ ഇപ്പോൾ ഫുൾ A+ കിട്ടി. എന്താണ് ഈ വേളയിൽ നമുക്ക് പറയാനുള്ളത്? നല്ല സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല ഫുൾ A+ ഉണ്ടാവുമെന്ന്. കാരണം ന്യൂ ടെക്സ്റ്റ് ബുക്ക് അല്ലായിരുന്നു. അപ്പോൾ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റിസൾട്ട് കുഴപ്പമില്ല, ഫുൾ A+ ആണ്. 25 വർഷമായിട്ട് ഇവിടെ ഉണ്ട് അല്ലേ? ഓക്കെ. ചേച്ചിക്ക് 2 വർഷം മുമ്പേ A+, ഫുൾ A+ SLCയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. പിന്നെ എന്താണ് ഇനി അമ്മ അല്ലേ? എത്ര കുട്ടികളാണ്? 4 കുട്ടികളാണ് അല്ലേ? അപ്പം മോളക്ക് 2 വർഷം മുമ്പ് കിട്ടി, ഇപ്പോൾ വിളക്ക് കിട്ടി അല്ലേ? എല്ലാവരും നന്നായി പഠിക്കുന്ന കുട്ടികളാണ് അല്ലേ? എന്താണ് ഈ വേളയിൽ പറയാനുള്ളത്? എന്താ പേരെന്താ? നീലുദേവി. ഓക്കെ. എന്താ പറയാനുള്ളത്? 2 കുട്ടികൾക്കും ഫുൾ A+ കിട്ടുക പറഞ്ഞാൽ എന്തായാലും അവരുടെ പഠന മികവിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എല്ലാ വിഷയത്തിലും ഫുൾ A+ കിട്ടുക എന്നുള്ളത് ആണല്ലോ. അപ്പോൾ നമുക്ക്, അതായത് നിങ്ങളിപ്പോൾ ബീഹാറിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 19 കൊല്ലമായിട്ട് ഇവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ ഈ കുട്ടികളൊക്കെ ഇവിടെയാണ് ജനിച്ചു വളർന്നത്? 2 ബീഹാറിലാണ് ജനിച്ചത് അല്ലേ? ഓക്കെ. അപ്പോൾ അവരിവിടെ വന്ന് ഇവിടുത്തെ അന്തരീക്ഷവും പിന്നെ സാഹചര്യങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് പിന്നെ ഇവിടെ പഠിച്ച് വളർന്ന് ഇത്രയും നല്ലൊരു റിസൾട്ട് ഉണ്ടാവുക പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണല്ലോ അല്ലേ? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ്, അതായത് കേരളത്തിലത്തെ മൊത്തത്തിലുള്ള ഒരു അന്തരീക്ഷം എങ്ങനെയാണ്? പഠിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ്? ഒരു മോളുടെ അഭിപ്രായം എന്താ? കേരളത്തിൽ എങ്ങനെയാണ് സ്കൂള് പൊതുവെ നല്ല ടോപ്പാണ് അല്ലേ? നല്ല പഠിക്കാൻ നല്ല അന്തരീക്ഷമൊക്കെയാണ് അല്ലേ? പിന്നെ ഈ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല സപ്പോർട്ട് കാര്യങ്ങളൊക്കെ അല്ലേ? ചേച്ചിക്കും അത് തന്നെയാണ്. അതെ, ഈ ഒരു നേട്ടം കിട്ടാൻ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന്. അതേമാതിരി ഫ്രണ്ട്സൊക്കെ എങ്ങനെയാണ്? നല്ല കമ്പനിയാണ്? എല്ലാവരും നല്ല കമ്പനിയാണ് അല്ലേ? ഓക്കെ. വട്ടേനാട് സ്കൂൾ പൊതുവേ അങ്ങനെയാണല്ലോ അല്ലേ? നല്ല എല്ലാ കാര്യത്തിലും നല്ല പാഠ്യേതര രംഗത്തൊക്കെ നല്ല മികവ് പുലർത്തുന്നൊരു അല്ലേ? അങ്ങനെയാണല്ലോ. ഓക്കെ. പിന്നെ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? ടൈൽസ് പണി തന്നെ അല്ലേ? ഓക്കെ. നിങ്ങളിപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് അല്ലേ? ഓക്കെ. നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക, ഇപ്പോൾ ഇവിടെ 19 കൊല്ലമായിട്ട് ഇവിടെ താമസിക്കുകയാണ്. അന്ന് മുതലേ വാടക വീട്ടിൽ താമസിക്കുകയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലവും വീടൊന്നും ഇല്ല ഇവിടെ അല്ലേ? നിങ്ങൾക്കിവിടെ കേരളത്തിൽ താമസിക്കണം, ഇവിടെ വീടൊക്കെ വെച്ച് താമസിക്കണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? അതെ അല്ലേ? അപ്പോൾ ഒരു വീടൊക്കെ വേണം അല്ലേ? വീടും സ്ഥലമൊക്കെ വേണം അല്ലേ? അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളെ പിന്നെ എന്താ പറയുക, ഗവൺമെൻറ്റിൽ ഒരു അപേക്ഷ കൊടുക്കുക. നിങ്ങളെ എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്നതാണ്, ഇത്ര വർഷമായിട്ട് ഇവിടെ നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയാണ്, ഇവിടെ സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, 19 വർഷമായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വീടും സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു അപേക്ഷ കൊടുക്കുക. അപ്പോൾ ആ സീനിയോറിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക സൗകര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ റേഷൻ കാർഡ് ഉണ്ടോ ഇവിടെ? ഇല്ല. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇവിടെ റേഷൻ ഇപ്പോൾ 19 കൊല്ലമായിട്ട് ഇവിടെ താമസിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുക, റേഷൻ വേറെ ഏതെങ്കിലും സ്ഥലത്തുണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ റേഷൻ കാർഡ് ഉണ്ടാക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ എന്നിട്ട് എന്താ പറയുക, ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുക കേട്ടോ. എല്ലാവിധ ആശംസകളും. എന്തായാലും 4 കുട്ടികളും പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ് അല്ലേ? മോളുടെ പേരെന്താ? മീനാക്ഷി. എത്രയല്ല പഠിക്കുന്നത്? 4ലേക്ക് അല്ലേ? എവിടെയാണ്? വട്ടനാട് തന്നെയാണോ? പാവനൂർ സ്കൂളിലാണ്. ഓക്കെ. ഗവൺമെൻറ് ഹൈസ്കൂളിൽ അല്ലേ? നാലുശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത് അല്ലേ? നീയോ? മണികണ്ഠൻ. എവിടെയാണ് പഠിക്കുന്നത്? വട്ടനാട് തന്നെ ഉണ്ട് അല്ലേ? ഓക്കെ. എല്ലാവരും പഠിക്കാൻ ഉഷാറാണ് അല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഏറ്റവും സന്തോഷം നിറഞ്ഞ ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഇപ്പോൾ എല്ലാവരും +2 കഴിഞ്ഞ് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കും എന്നുള്ള കൺഫ്യൂഷനിലാണല്ലോ അല്ലേ? ഡിഗ്രി പഠിക്കാനാണ് തീരുമാനമെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകാരത്തോടു കൂടിയ BCom ഫിനാൻസ്, BCom CA, BA ഫങ്ഷണൽ ഇംഗ്ലീഷ്, BSc ഫുഡ് ടെക്നോളജി, BA എക്കണോമിക്സ് വിത്ത് ഫോറിൻ ട്രേഡ്, AICTE അംഗീകാരത്തോടു കൂടി BBA, BCA കോഴ്സുകൾ പഠിക്കുന്നതിന് അനുയോജ്യമായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥാപനമാണ് MES ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പട്ടാമ്പി.
UG കോഴ്സിനൊപ്പം വിവിധ ആഡ് ഓൺ കോഴ്സുകളും യോഗ ട്രെയിനിങ്ങും ഇവിടെ ലഭ്യമാണ്. പഠനത്തോടൊപ്പം കലാകായിക മത്സരങ്ങളിലും മികവ് പുലർത്തുന്ന സ്ഥാപനം കൂടിയാണ് MES എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും നൽകി വരുന്നുണ്ട്. ഇത് MESന്റെ മാത്രം പ്രത്യേകതയാണ്.